പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം പങ്കെടുക്കുന്ന ദിവ്യബലിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. ദൈവപിതാവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാൽവരിയിൽ അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിച്ച ഈശോയോട് ചേർന്ന പരിശുദ്ധ അമ്മയും സ്വയം പിതാവിന് സമർപ്പിച്ചു. അതുപോലെ നമ്മുടെ ജീവനും നമുക്കുള്ള സമസ്തവും നമ്മുടെയും ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി തിരുശരീരത്തോടും തിരുരക്തത്തോടും ആത്മാവോടും ചേർത്ത് പിതാവിന് കാഴ്ചവെക്കുകയാണ്. നാം പങ്കെടുക്കുന്ന ദിവ്യബലി കാൽവരിയിലെ ബലിയുടെ തുടർച്ചയാണ്. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. ദിവ്യബലി വഴി നമ്മുടെ വീഴ്ചയ്ക്കും കുറവുകൾക്കും അനാദരങ്ങൾക്കും ഈശോ തന്നെ പരിഹാരം ചെയ്യുന്നു. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പാപങ്ങളുടെ കറ തിരുരക്തത്താൽ കഴുകപ്പെടുന്നു. നാം പങ്കെടുക്കുന്ന ദിവ്യബലി പിശാചിന് നമ്മുടെ മേലുള്ള ശക്തി ഇല്ലാതാക്കുന്നു. നാം പങ്കെടുക്കുന്ന ദിവ്യബലി അനേകം ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ശുദ്ധീകരണ സ്ഥലവാസത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യുന്നു. നാം ഭക്തിയോടെ അർപ്പിക്കുന്ന ദിവ്യബലി ശുദ്ധീകരണ ആത്മാക്കളെ ഏറ്റവും ആശ്വസിപ്പിക്കുന്നു. ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന അനേകായിരം മാലാഖമാരുടെ കൂടെയാണ് നാം ഓരോ ബലിയും അർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന വഴി ലൗകിക കാര്യങ്ങളിലും നാം അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധർക്കോ മാലാഖയ്ക്കോ ദൈവം നൽകിയ സവിശേഷ കൃപകൾക്ക് ഉപകാരസ്മരണയായും ഓർമ്മയ്ക്കായും നാം വിശുദ്ധ കുർബാന കാഴ്ചവെക്കുമ്പോൾ അവരുടെ സവിശേഷ സ്നേഹവും സഹായവും നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ദിവസത്തെ വിശുദ്ധരുടെ ഓർമ്മയ്ക്ക് നിയോഗം ഉണ്ടായാൽ കൂടുതൽ ഫലമുണ്ടാകും. നാം പങ്കെടുക്കുന്ന ഓരോ കുർബാനയും മരണശേഷം നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും അർപ്പിക്കുന്ന അനേകം കുർബാനകളെക്കാൾ നമുക്ക് ഉപകാരപ്പെടും. നാം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകൾ മരണസമയത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും കാലത്തിനടുത്ത് ശിക്ഷ കുറയ്ക്കുവാൻ ഉപകരിക്കും. പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകൾ വിധി ദിവസം നമുക്ക് വേണ്ടി ക്ഷമാപണം നടത്തും. വിശുദ്ധ കുർബാനയുടെ സമയത്ത് അത്ഭുതങ്ങളും രോഗസൗഖ്യവും ലഭിക്കുന്നു. ദിവ്യമായ പ്രചോദനങ്ങളും പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കാനുള്ള സഹായവും ലഭിക്കുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ നാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ദൈവിക ജീവനിൽ പങ്കുകാരാകും. വിശുദ്ധ ബലിയിൽ അർപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതം ബലിവസ്തുക്കളായി ജീവിതാവസാനം വരെ തുടരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ദിവ്യകാരുണ്യ സ്വീകരണവും പരിശുദ്ധ ജപമാല പ്രാർത്ഥനയും ബൈബിൾ വായനയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും നമ്മെ സഹായിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.